ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. സൺഡേ ആയത് കാരണം കൊണ്ട് വീട്ടിൽ ചിക്കൻ എടുത്തിട്ടുണ്ടായിരുന്നു. ചിക്കൻ കഴിക്കാത്തവർക്ക് മീനും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ലെഗ് പീസൊക്കെ ഉള്ളത് കാരണം കൊണ്ടും കുട്ടികൾക്ക് പൊരിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ചെടുത്ത് പൊരിക്കാനും ബാക്കിയുള്ളത് കറിക്ക് മാറ്റി വെച്ചു. അങ്ങനെ പൊരിക്കാനുള്ള മസാല റെഡിയാക്കി. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഗരം മസാല, മുളക് പൊടി, ഉപ്പ്, കോൺഫ്ലവർ, പിന്നെ ഗരം മസാല, ചില്ലി പൗഡറാണ്, മുട്ട, പിന്നെ അതുപോലെ തന്നെ കുറച്ച് നാരങ്ങ നീരും, അതിനുശേഷം അരിപ്പൊടി, പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഈ ഒരു മസാല റെഡിയാക്കി. അതിനുശേഷം അതിലേക്ക് കഴുകി വെച്ച ചിക്കൻ ഇട്ടിട്ട് നന്നായിട്ട് ചിക്കനിലൊക്കെ മസാല തിരുമ്പി പിടിപ്പിച്ചു. അങ്ങനെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമുക്കിനി ഇത് ഫ്രിഡ്ജിലേക്ക് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് ഫ്രീസ് ആവാൻ വയ്ക്കാം. അതിനുശേഷം നമുക്ക് ലാസ്റ്റ് ഇത് പൊരിക്കുക, കുറച്ച് കഴിയട്ടെ. പിന്നെ ഞാൻ അടുത്ത വിഭവത്തിലേക്ക് വേണ്ട മല്ലിയില, ഇത് ആഫ്രിക്കൻ മല്ലിയാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ഇത് സാധാ മല്ലിയേക്കാളും നല്ലൊരു മണം കിട്ടും. ഇത് ഒരു പ്രത്യേക ടേസ്റ്റ് കൂടെ നമുക്കിതിൽ കിട്ടും. നല്ലൊരു സ്മെല്ലാണ് മെയിനായിട്ട് ഇതിന്. അപ്പോൾ ഞാനിത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഞാനത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അത് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തു. നമുക്ക് വേണമെങ്കിൽ സാധാരണ മല്ലിയില ഇതിലേക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ഇതുള്ളത് കാരണം കൂടി ഞാനത് ഉപയോഗിച്ചു. അതേപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഞാൻ ഇതിന് വേണ്ട ഈ വേറൊരു ഡിഷിന് വേണ്ടിയിട്ടുള്ള മസാലയും കൂടി റെഡിയാക്കി അതിലേക്ക് ഈ കഴുകി വെച്ച ചിക്കനെല്ലാം ഇട്ട് കൊടുത്ത് നന്നായിട്ട് അതിൽ തേച്ച് പിടിക്കുകയാണ് ചെയ്തത്. ഇത് നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോഴേക്കും ഇന്ന് മോന് പോളി ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ റെഡിയായി. അങ്ങനെ മോനും ഞാനും ബ്രദറും കൂടിയാണ് പോളിയോ എടുക്കാൻ വേണ്ടിയിട്ട് സ്കൂളിലേക്ക് പോകാൻ റെഡിയായത്. അങ്ങനെ ഞങ്ങൾ കാറിൽ കയറി. ഇനി അവിടെ അങ്ങോട്ട് കുറച്ച് യാത്രയാണ്. അവൻ എല്ലാവർക്കും ടാറ്റ കൊടുക്കുകയാണ്. അവിടെ സെൽമത്താത്തൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സെൽമത്താത്താക്കും ഉമ്മാക്കൊക്കെ ടാറ്റ കൊടുക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ കാറിൽ കയറി ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങളുടെ വഴിയോരങ്ങളിലെ കാഴ്ചകളാണതൊക്കെ. അങ്ങനെ ഞങ്ങളുടെ ടൗണിലെത്തി, 9-ാം മൈൽ ടൗണിലെത്തി. ഇനി അവിടെ നിന്ന് കുറച്ചേ ഉള്ളൂ, അടുത്താണ് സ്കൂള്, എത്താറായി. അങ്ങനെ മോന് കാറിൽ യാത്ര ചെയ്യാൻ പറഞ്ഞാൽ അവനക്ക്, കാറിലല്ല പൊതുവേ വണ്ടിയിലിരുന്ന് യാത്ര ചെയ്യാൻ പറഞ്ഞാൽ അവനക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല സന്തോഷമാണ് അവനക്ക് ഫ്രണ്ട് സീറ്റിലൊക്കെ ഇരുന്ന്. അങ്ങനെ ഞങ്ങൾ സ്കൂളെത്തിയപ്പോൾ അത്രയ്ക്ക് തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് കുട്ടികളെ ഉണ്ടായിരുന്നുള്ളൂ. ഞാനത് നേരെ വീഡിയോ ഒന്നും എടുത്തില്ല. അങ്ങനെ ഞങ്ങൾ പോളിയൊക്കെ എടുത്ത് പെട്ടെന്ന് തന്നെ തിരിച്ചു. എന്താണെന്ന് വെച്ചാൽ പോയിട്ട് നമുക്ക് വേറെ പണിയുണ്ടല്ലോ. നമ്മുടെ ചിക്കൻ അവിടെ നമുക്ക് വേണ്ടി വെയിറ്റിങ്ങിലാണ്. അങ്ങനെ നമ്മൾ പോയതിനേക്കാളും വേഗത്തിൽ തന്നെ നമ്മൾ വീടെത്തി. പോളിയോമാർക്ക് എല്ലാവർക്കും കാണിച്ചു കൊടുത്തു. അങ്ങനെ നമ്മൾ കിച്ചണിൽ കയറിയപ്പോൾ ഉമ്മ മീൻകറിയൊക്കെ റെഡിയാക്കി ഇരിക്കണം. അപ്പോൾ ഞാൻ ചിക്കൻ പൊരിക്കാനുള്ള എണ്ണയൊക്കെ അടുപ്പത്ത് വെച്ച് നന്നായി എണ്ണ ചൂടായി എന്നുള്ളത് അറിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു, കുറച്ച് മുളക് കീറി അതിലിട്ടു. എനിക്ക് പേടിയാണ് മുളകിൻ്റെ ഒരു പൊട്ടിത്തെറിക്കുന്നത്, നല്ല പേടിയാണ് എനിക്ക്. അപ്പോൾ ഞാൻ കുറച്ച് വിട്ട് നിന്നതാണ്. അങ്ങനെ നമ്മൾ ഓരോരോ ചിക്കനായിട്ട് അതിലേക്ക് ഇട്ട് നമ്മൾ എന്ത് ചെയ്തു, ചിക്കൻ പൊരിച്ചെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ആദ്യം നമ്മൾ 2-3 ലെഗ് പീസൊക്കെ ഇട്ട് നമ്മൾ ചിക്കൻ 2 പ്രാവശ്യമായിട്ടാണ് വറുത്തെടുത്തത്. നമ്മൾ ചിക്കനൊക്കെ ഇട്ട പാടെ നമ്മൾ ഇത് ഇളക്കി കൊടുക്കാൻ പാടില്ല. ഒന്ന് എണ്ണയിൽ കടന്ന് ചൂടായതിന് ശേഷമാണ് നമ്മൾ ഇളക്കി കൊടുക്കാൻ പാടുള്ളൂ. അല്ലാന്ന് വെച്ചാൽ നമുക്ക് ഇളക്കുമ്പോൾ കിട്ടില്ല. അത് അടി പിടിക്കാനും അതേപോലെ തന്നെ ചട്ടിയിൽ കരിയല്ല അടി പിടിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് കാരണം കൊണ്ട് നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇളക്കി കൊടുക്കാൻ പാടുള്ളൂ. അങ്ങനെ നന്നായിട്ട് മുരിഞ്ഞ് വരട്ടെ. ഇത് കളറില്ല, ഞാൻ കളറ് പൊതുവെ ചേർക്കാറില്ല. എന്താണെന്ന് വെച്ചാൽ മോന് കളർ ഫുഡൊന്നും കൊടുക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ മാക്സിമം കളർ യൂസ് ചെയ്യാറില്ല. അങ്ങനെ ഞാൻ ഫസ്റ്റ് റൗണ്ട് ചിക്കനൊക്കെ പൊരിച്ച് മാറ്റി വെച്ചു. അതിന് ശേഷം നമ്മൾ അടുത്ത റൗണ്ട് ചിക്കൻ അതിലേക്കിട്ട് അതും കൂടെ ഒന്ന് പൊരിച്ചെടുത്തു. അത് വെച്ചതിന് ശേഷം ഞാൻ മോനെ ഒന്ന് ഉറക്കി വരുമ്പോഴത്തേനും രണ്ടാമത്തെ ചിക്കനും അങ്ങോട്ട് റെഡി ആയിരിക്കണം. അപ്പോൾ ചിക്കൻ കണ്ടപ്പോൾ അവനക്ക് വിശക്കണമെന്ന് പറഞ്ഞു മൂത്ത മോൻ. അങ്ങനെ ഒരു 3 ഇഡ്ഡലിയും ചിക്കനും കൊടുത്തു. അങ്ങനെ ഇതും റെഡിയാക്കി. ഇനി അടുത്ത ഡിഷിനുള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ ഇതിൽ ചിക്കൻ പൊരിച്ച എണ്ണ തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല എന്നിവ ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എല്ലാവിടെയും ഈ ഒരു മസാല പിടിക്കുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്യുക. വേറെ ഒന്നും ഇതിലേക്ക് ഉപയോഗിക്കേണ്ടതായിട്ടില്ല. ഇത് ഈ ആവിയിൽ കിടന്നിട്ട് തന്നെ വേഗം ഈ ചിക്കനിലൊരു വെള്ളം ഉണ്ടാവുമല്ലോ, അപ്പോൾ ആ ഒരു വെള്ളത്തിൽ കിടന്ന് വെന്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, അതിന്
ഡ്രൈ ചെയ്തെടുക്കാം. നമുക്കിത് അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിക്കാം. ഇപ്പോൾ നോക്കും അതിൽ ചെറുതായിട്ട് വെള്ളം വന്ന് തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് വെള്ളമാകും നമ്മൾ അടച്ച് വെച്ച് വേവിക്കുമ്പോൾ. അതിന് ശേഷം പിന്നെ ഇത് തുറന്ന് വെച്ചിട്ട് തന്നെയാണ് വേവിക്കുക. നമ്മൾ ചിക്കൻ മസാല ഇടാൻ മറന്നുപോയി, അങ്ങനെ ചിക്കൻ മസാല ഇട്ടു. വെള്ളം വറ്റിയ ശേഷം അടിപ്പിടിക്കാതെ ഇളക്കുക, അത് മാത്രമാണ് ശ്രദ്ധിക്കേണ്ടത്. ലാസ്റ്റ് നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ഇട്ടിട്ട് സംഭവം റെഡിയാക്കി എടുക്കുക. അപ്പോൾ കഴിഞ്ഞു, അത്രയേ ഉള്ളൂ ഗായ്സ്. ഇപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അങ്ങനെ നമുക്കിത് ചോറിനൊപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അതേപോലെ തന്നെ ഇനിയുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ബൈ. അപ്പോൾ അത്രയേ ഉള്ളൂ. അസ്സലാമു അലൈക്കും.